ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരു എപ്പോഴും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് അറിവിന് തന്നെയാണ്. അപ്പം ഇവിടെയും നമ്മളോട് പറയുന്നു, ഇങ്ങനെ ചിന്തിക്കുമാറാകണം. ഇതുപോലെ തന്നെ ചിന്തയിൽ നിന്ന് ആണ് നമുക്ക് ശരിക്കുള്ള അറിവുണ്ടാകുന്നത്. സുബ്രഹ്മണ്യ കീർത്തനത്തിലും ഗുരു സൂചിപ്പിക്കുന്നുണ്ട്, ചിന്താസന്താനമേ നിന്തിരുവടി അടിയൻ സങ്കടം പോക്കിടണം. അപ്പോൾ എൻ്റെ ചിന്തയുടെ സന്താനമായിട്ട് ആണ് ഇവിടെ ഈ ശുദ്ധമായിട്ടുള്ള ജ്ഞാനം നമ്മൾക്ക് അനുഭവവേദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ചിന്ത എത്രമാത്രം ശുദ്ധമാകുന്നുവോ, കാരണം എപ്പോഴും നമ്മുടെ ഈ ജന്മജന്മാന്തരങ്ങളായിട്ട് ഈ വാസനകൾ അടിഞ്ഞുകൂടി കിടക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ നമുക്ക് ഇല്ലാതാക്കണമെങ്കിൽ എത്രയോ ജന്മങ്ങളിലൂടെ വരുന്ന കർമ്മദോഷങ്ങളാണ്. അപ്പം ഇത് ഒറ്റ വാക്കിലൂടെ ഗുരു നമ്മളോട് പറയുകയാണ്. അപ്പം ഇപ്രകാരം എനിക്ക് ചിന്തിക്കുവാനായിട്ട്, തിരിച്ചറിയുവാനായിട്ട് സാധിക്കണമേ എന്നുള്ള പ്രാർത്ഥന. അപ്പോൾ വേറെ ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ദേവതയിൽ നിന്നോ ബാഹ്യമായിട്ടുള്ള ഒരു ശക്തിയിൽ നിന്നോ അല്ല നമ്മൾ രക്ഷപ്പെടേണ്ടത്, അല്ലെങ്കിൽ ആ ശക്തികളല്ല നമ്മളെ സഹായിക്കുന്നത് എന്നുകൂടി ഗുരു ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ സ്വയമായിട്ട് പ്രയത്നിക്കണം. അപ്പോൾ ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം വരാം, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് മറ്റുള്ള ദേവതകളെ, മറ്റുള്ള ഇതിനെയൊക്കെ നമ്മൾ ആശ്രയിക്കേണ്ടുന്നത്? അതൊക്കെ തെറ്റാണോ എന്ന് ചിന്തിക്കാം, സ്വാഭാവികമാണ്. അങ്ങനെ ഒരാൾ ജെനുവിനായിട്ട് സത്യസന്ധമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അവനുള്ളതാണ് ഈ ജ്ഞാനത്തിൻ്റെ മാർഗം. ആരാണോ ചിന്തിക്കാതെ യാന്ത്രികമായിട്ട് പോകുന്നത് അവർക്ക് ഈ ജ്ഞാന മാർഗം സുഗമമല്ല. അപ്പോൾ ഗുരു ഒരു ശിവപ്രതിഷ്ഠയിലൂടെ താമസികമായിട്ടുള്ള പൂജാവിധികൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു ജനതയെ സാത്വികമായിട്ടുള്ള ഒരു തലത്തിലേക്ക് കൈപിടിച്ചുയർത്തുമ്പോൾ ഗുരു ആഗ്രഹിക്കുന്നത് ഈ സാത്വികതയുടെ തലത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവൻ്റെ ബുദ്ധിയും അവൻ്റെ ചിന്തയും ആ രീതിയിലേക്ക് ഉണരണമെന്നാണ്. പക്ഷേ ആ ബുദ്ധിയെ ആ രീതിയിൽ ഉണർത്താതെ വീണ്ടും തമോ ഗുണത്തിലും രജോ ഗുണത്തിലും പെട്ട് കിടക്കുമ്പോഴോ പിന്നെ ബാഹ്യമായിട്ടുള്ള ഏത് ശക്തിക്കാണ് അവരെ ഉണർത്താൻ സാധിക്കുന്നത്? സാക്ഷാൽ ഗുരു തന്നെ ഇത്രമാത്രം ശക്തമായ ഭാഷയിൽ നിനക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ടും എനിക്ക് അങ്ങനെ രക്ഷപ്പെടണ്ട എന്ന് പറയുന്ന നിലപാടെടുത്താൽ പിന്നെ എങ്ങനെ നമുക്ക് വെളിച്ചത്തിലേക്ക് വരാൻ പറ്റും? നമ്മുടെ ചുറ്റുപാടുമുള്ള ഏത് കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോഴും ഇതാണ് സംഭവിക്കുന്നത്. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇപ്രകാരമൊക്കെ പറഞ്ഞിട്ടും ആളുകൾ മാറാത്തത് എന്നുള്ള ചോദ്യത്തിന് പകരം ഞാൻ എന്തുകൊണ്ട് മാറുന്നില്ല എന്ന് ഓരോരുത്തരും ചോദിച്ചാൽ ഈ സമൂഹം മാറും. അപ്പോൾ മറ്റുള്ളവരെ നന്നാക്കാനല്ല, അവരെ ചിന്തിപ്പിക്കുവാനല്ല നാം ശ്രമിക്കേണ്ടത്. നമ്മൾ സ്വയം ചിന്തിച്ച് ഈ ഒരു തലത്തിലേക്ക് എത്തണം. ഗുരു അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രയത്നങ്ങളെല്ലാം ചെയ്തത്. ഏറ്റവും അവസാനമെന്നോണം അദ്വൈത ആശ്രമം സ്ഥാപിക്കുന്നതും ഈ ഒരു ആവശ്യത്തിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ ശുദ്ധമായിട്ടുള്ള ആ ഒരു തലത്തിലേക്ക് ഓരോ മനുഷ്യനും എത്തണം. അവൻ്റെ തമസ്സും രജസ്സുമൊക്കെ കളഞ്ഞ് സാത്വികമായിട്ടുള്ള ഭാവത്തിലേക്ക് ഉണർന്ന് അവൻ്റെ തനതായ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞ് ജീവിതം കൃതകൃത്യമാക്കണം. അതിന് വേറെ യാതൊരു ഷോർട്ട് കട്ടുമില്ല എന്നാണ് ഗുരു പറയുന്നത്. അവിടെ ഒന്നിനും ഒരു കോംപ്രമൈസുമില്ല. അപ്പോൾ അങ്ങനെ എന്തു ചെയ്യണം? നീ എൻ്റെ സകല പാപങ്ങളെയും കവർന്നെടുത്തുകൊണ്ട് എനിക്ക് നിൻ്റെ പരമാനന്ദം നൽകണമേ.
അപ്പോൾ എങ്ങനെയാണ് എനിക്ക് പരമാനന്ദം നൽകണമെന്ന് പറയുന്നത്? അപ്പോൾ ഈ ചിന്ത, ഈ രീതിയിലുള്ള അറിവിനെ ശരിയായ രീതിയിൽ പരിപോഷിപ്പിച്ച് അതിന് ദിവസവും നമ്മൾക്ക് വേണ്ടുന്നത് ധ്യാനമാണ്. നിരന്തരമായിട്ടുള്ള ധ്യാനത്തിലൂടെ നമ്മുടെ മനസ്സിനെ നമുക്ക് ശുദ്ധീകരിച്ചെടുക്കാൻ പറ്റും. തമോ ഗുണത്തെയും രജോ ഗുണത്തെയും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ തമോ ഗുണം നമ്മളെപ്പോഴും ഒരു മന്ദമായ ഒരവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അത് നമ്മുടെ ഭക്ഷണ രീതിയും മറ്റു പലതും അതിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് മാറ്റി എൻ്റെ സകല പാപങ്ങളെയും നീ കവർന്നെടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പാപങ്ങൾ അങ്ങനെ കിടപ്പുണ്ട് എങ്കിൽ ആ പാപങ്ങളെയെല്ലാം കവർന്നെടുത്തുകൊണ്ട് എനിക്ക് നിൻ്റെ പരമാനന്ദം നൽകണമേ. അപ്പം എനിക്ക് വേണ്ടുന്നത് ഇതാണ്, നിൻ്റെ പരമാനന്ദം, ആത്യന്തികമായിട്ടുള്ള സുഖം, അതാണ് വേണ്ടുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടുന്നത് നമ്മുടെ ബുദ്ധിയെ ഉണർത്തി നിർത്തുക, സാത്വികമായിട്ടുള്ള ഭാവത്തിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ വരുമ്പോൾ നമ്മൾ തേടുന്ന, ഓരോ വ്യക്തികളും തേടുന്ന സുഖം, ശാന്തി, സമാധാനം നമുക്ക് ലഭ്യമാകും. വേറെ ഒരു ഷോർട്ട് കട്ടുമില്ല എന്ന് ഗുരു അടിവരയിടുകയാണ്. അതിന് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.